കണിക്കുന്ന പൂക്കൾ പോലെ എനി ടൈം ന്യൂസിന്റെ വിഷു വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിനർവ അക്കാദമി തൃശൂർ, ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ ഓട്ടുപാറ, മല്ലയ്യ ജ്വല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ജോൺസൺ കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി, മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. മീനം മേടം മാസങ്ങളിൽ പൂക്കുന്ന കണിക്കൊന്നയ്ക്ക് ഏറെ പ്രത്യേകതകളുണ്ട്. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കെടുക്കാത്ത പുഷ്പങ്ങളാണ് കണിക്കൊന്ന. ഉരുളിയിൽ ഒരുക്കിയ കണിക്കൊന്നയാണ് വിഷു ദിനത്തിൽ കണി കാണുന്നത്. ഒരു കണി വയ്ക്കുന്നതിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് കണിക്കൊന്ന. കണിക്കൊന്നയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. കൊന്നപ്പൂവിന്റെ മനോഹാരിത ആരെയും മനം മയക്കുന്നതാണ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന കൊന്ന കണ്ടാൽ ആരും നോക്കി നിന്നു പോകും. അത്തരത്തിൽ കാണാൻ ഭംഗിയുള്ളതും കണ്ണിന് ആനന്ദം തരുന്നതുമായ കൊന്നപ്പൂവിനെ കുറിച്ച് ചില തെറ്റായ പ്രചരണങ്ങൾ നിലവിലുണ്ട്. വീട്ടുമുറ്റത്തോ പറമ്പിലോ കണിക്കൊന്ന നട്ടുവളർത്തുന്നതും പൂത്തു നിൽക്കുന്നതും ലക്ഷണക്കേടായാണ് ചിലർ കരുതുന്നത്. കൊന്നമരം എന്നറിയപ്പെടുന്ന കൊന്ന വീട്ടിൽ തഴച്ചു വളർന്നാൽ മരണം സംഭവിക്കുമെന്നുവരെ കെട്ടുകഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ കണിക്കൊന്നയെക്കുറിച്ച് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന ചില ഐതിഹ്യങ്ങൾ കാണാം. ഇത്തവണത്തെ വിഷു കണിക്കൊന്നയ്ക്കൊപ്പമാകട്ടെ. രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ തേടിയലഞ്ഞ ശ്രീരാമനും സുഗ്രീവനും ചേർന്ന് ദുഷ്ടനായ ബാലിയെ വധിച്ചത് ഒരു മരത്തിൻ്റെ പിറകിലായിരുന്നുവത്രേ. ബാലിയെ കൊന്നമരം എന്നറിയാൻ തുടങ്ങിയതോടെ കൊന്നമരത്തെ എല്ലാവരും കൊന്നമരമെന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ മരം പറഞ്ഞത്രേ, ഞാനല്ലല്ലോ അദ്ദേഹത്തെ കൊന്നത്, പിന്നെ എന്തിനാണ് എന്നെ കൊന്നമരം എന്ന് വിളിക്കുന്നത്? ഇത് കേട്ട് ശ്രീരാമൻ പറഞ്ഞതിങ്ങനെയാണ്: 16 ജന്മങ്ങൾ മുൻപേ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നത്. രാമനാമം ജപിച്ച് കലിയുഗം വരെ കാത്തിരിക്കുക, നിനക്ക് ശാപമോക്ഷം ലഭിക്കും. ഇതിനിടെ ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു. കീഴ്ശാന്തിയുടെ മകൻ പറയുമായിരുന്നു ഉണ്ണിക്കണ്ണനുമായി കളിച്ചതും പുഴയിൽ പോയ കഥകളുമൊക്കെ. പക്ഷേ അതാരും വിശ്വസിച്ചില്ല. അങ്ങനെയിരിക്കെ രാജാവ് 101 പൊന്മണികളുള്ള ഒരു മാല ഉണ്ണിക്കണ്ണന് സമർപ്പിച്ചു. പിറ്റേ ദിവസം മാല കാണാതായി. നഷ്ടപ്പെട്ട മാല കീഴ്ശാന്തിയുടെ മകൻ്റെ കഴുത്തിൽ കിടക്കുന്നതായി കണ്ടെത്തി. എല്ലാവരും കൂടി കീഴ്ശാന്തിയെയും മകനെയും രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. അച്ഛനും മകനും ചേർന്ന് മാല മോഷ്ടിച്ചെന്നാണ് ആരോപണം. ഉണ്ണി പറഞ്ഞു, ഞാനല്ല മാല മോഷ്ടിച്ചത്, എനിക്ക് ഉണ്ണിക്കണ്ണൻ കഴുത്തിലിട്ട് തന്നതാണെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. എല്ലാവരും കള്ളൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ തുടങ്ങിയതോടെ മനോവിഷമത്തിൽ കീഴ്ശാന്തി തല തല്ലി മരിച്ചത്രേ. എല്ലാവരും കള്ളൻ എന്ന് വിളിച്ചപ്പോഴും നീ വന്ന് സത്യം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി ആ മാല ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മാല ചെന്ന് വീണത് കൊന്നമരത്തിലാണ്. അതുവരെ പൂക്കാത്ത കൊന്നമരം പൂക്കാൻ തുടങ്ങി. അങ്ങനെ കൊന്നയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു. കണിക്കുന്ന പൂക്കൾ പോലെ എനി ടൈം ന്യൂസിന്റെ വിഷു വിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മിനർവ അക്കാദമി തൃശൂർ, ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ ഓട്ടുപാറ, മല്ലയ്യ ജ്വല്ലേഴ്സ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ജോൺസൺ കണ്ണട വ്യാപാരം ഓപ്പോസിറ്റ് ഡിവൈൻ ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി, മാണി സൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി, ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്. വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443, 8078417443.
കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.